മനുഷ്യരെ സംബന്ധിച്ച് ഓരോ കാഴ്ചപ്പാടാണ്. നമ്മളൊരു ഹിന്ദുവിനെ കണ്ടാൽ, ഒരു നടന്നു പോകുന്ന ഹിന്ദു, മുക്കമങ്ങാടിയിലൂടെ നടന്നു പോകുന്ന ഒരു ഹിന്ദു, ആ ഹിന്ദു ഒരു തെറ്റ് ചെയ്താൽ, അവൻ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദുക്കൾ മദ്യപാനികളെന്ന് തീരുമാനിക്കാൻ പാടില്ല. അവൻ എന്തെങ്കിലും നർക്കോട്ടിക് ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഹിന്ദുക്കളും ഇങ്ങനെയാണെന്ന് കരുതാൻ പാടില്ല. അതുപോലെ ഒരു മുസൽമാൻ ഒരു ബലാത്സംഗ കേസിൽ, ഒരു പോക്സോ കേസിൽ വിടുകയാണെങ്കിൽ എല്ലാ മുസ്ലിങ്ങളും ഇതാണെന്ന് കരുതരുത്. അപ്പോൾ വ്യവസ്ഥാപിതമായ മതവും ഒറിജിനൽ മതവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ മനുഷ്യരെ കണ്ടിട്ട്, അവരുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടിട്ട് ഇതാണ് ഹിന്ദു, ഇതാണ് മുസ്ലിം, ഇതാണ് ക്രിസ്ത്യൻ എന്ന് കരുതരുത്. അതേ അല്ല. അതിന് ഈ മതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഈ വേദങ്ങളുമായിട്ടൊരു ബന്ധവുമില്ല. അത് ആ കുറ്റം ചെയ്യുന്ന ആള് കുറ്റവാളി, അവന്റെ കുറ്റത്തിന്റെ ഉത്തരവാദിത്വം വ്യക്തിപരമായിട്ട് ഏറ്റെടുക്കേണ്ടതാണ്. അതൊരു മതത്തിന്റെ പേരിലോ അവന്റെ രക്ഷിതാക്കളുടെ പേരിലോ നാട്ടുകാരുടെ പേരിലോ ഇടേണ്ടതല്ല. അപ്പൊ അതുകൊണ്ട് കുറ്റം ചെയ്യുന്നവർ നല്ലവരും ചീത്തവരും ഹിന്ദുക്കളിലുമുണ്ട്, മുസ്ലിങ്ങളിലുമുണ്ട്, ക്രിസ്ത്യാനികളിലുമുണ്ട്. നന്മ തിന്മകൾ പൂർണ്ണമായി വേർതിരിക്കപ്പെട്ടിട്ടില്ല. നന്മ തിന്മകൾ എന്താണെന്ന് ദൈവം നമുക്ക് പറഞ്ഞു തന്നു. ധാർമ്മികതയും മൂല്യങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നമ്മളോട് കൽപ്പിച്ചു. ആ ധാർമ്മിക മൂല്യങ്ങൾ നമ്മൾ പിന്തുടരുകയാണ് വേണ്ടത്.